രണ്ടാം തവണയും US പ്രസിഡന്റായി ട്രംപ് അധികാരത്തിൽ കയറിയതു മുതൽ നടപ്പിലാക്കുന്ന പല പദ്ധതികളും US ജനത ഉൾപ്പെടെയുള്ളവർക്ക് ചില വെല്ലുവിളികളാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. നാടുകടത്തിൽ തുടങ്ങിയ ട്രംപിന്റെ പോരാട്ടങ്ങൾ പുതിയ പരിഷ്കരണങ്ങളും താണ്ടി ഇപ്പോൾ ലിബറേഷൻ ഡേ താരിഫുകൾ ഉയർത്താനുള്ള നടപടികളിലേക്ക് കടന്നിരിക്കുകയാണ്. എന്നാൽ എന്താണ് ലിബറേഷൻ ഡേ അല്ലെങ്കിൽ വിമോചന ദിനം? ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റതിന് ശേഷം ഏപ്രിൽ 2 ലിബറേഷൻ ഡേ ആയി ആചരിക്കാൻ പ്രഖ്യാപിക്കുകയായിരുന്നു. അതായത് US വ്യാപാര നയങ്ങളിൽ വലിയ മാറ്റങ്ങൾ വരുത്തുന്ന പുതിയ താരിഫുകൾ പ്രഖ്യാപിക്കാൻ ട്രംപ് ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ ഒരു ലിബറേഷൻ ഡേ നടത്താൻ അദ്ദേഹം തീരുമാനിച്ചത്. ലോകത്തിനെതിരായ USന്റെ വിപുലമായ വ്യാപാര യുദ്ധത്തിലെ ഒരു പ്രധാന ദിവസമായ വിമോചന ദിനം എന്നാണ് ട്രംപ് ഇതിനെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. കൂടാതെ ട്രംപ് പുതിയ പരസ്പര താരിഫുകളുടെ ഒരു പരമ്പര നടപ്പിലാക്കുന്ന വിമോചന ദിനമായ ഇന്ന് മറ്റ് രാജ്യങ്ങൾ കാത്തിരിക്കുന്നത് പോലെ ട്രംപ് താരിഫ് വർധനവ് പ്രഖ്യാപിക്കും. ഇത് അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയെ പരിവർത്തനം ചെയ്യുന്നതിനായി രൂപകൽപ്പന ചെയ്ത ഒരു പോരാട്ട നടപടിയാണെന്നാണ് വാഷിംഗ്ടൺ പോസ്റ്റ് വ്യക്തമാക്കുന്നതും. എന്നാൽ ട്രംപിനോട് നയതന്ത്രപരമായ സമീപനം സ്വീകരിക്കാൻ അദ്ദേഹത്തിന്റെ മിക്ക സഖ്യകക്ഷികളും ഉപദേശം നൽകിയെങ്കിലും താരിഫുകൾ അമേരിക്കയുടെ സാമ്പത്തിക ശക്തി തിരികെ കൊണ്ടുവരുന്നതിനുള്ള വഴിയൊരുക്കുമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ട്രംപ്. എന്നാൽ ഇങ്ങനെയൊക്കെയാണെങ്കിലും ട്രംപിന്റെ വരാനിരിക്കുന്ന നയങ്ങളെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ എന്തൊക്കെയാണ് എന്ന കാര്യം വ്യക്തമല്ല. പക്ഷേ ബുധനാഴ്ചത്തെ താരിഫ് പ്രഖ്യാപനം വലിയ ഒരു പ്രഖ്യാപനം തന്നെ ആയിരിക്കുമെന്നാണ് ട്രംപ് വ്യക്തമാക്കുന്നത്. കൂടാതെ US കയറ്റുമതിയിൽ മറ്റ് രാജ്യങ്ങൾ ചുമത്തുന്ന താരിഫുകൾക്കും സബ്സിഡികൾ പോലുള്ള താരിഫ് ഇതര വ്യാപാര തടസ്സങ്ങൾക്കും തുല്യമായ തീരുവകൾ ചുമത്തുന്ന രാജ്യങ്ങളെ ഇത് ബാധിക്കുമെന്ന് അദ്ദേഹത്തിന്റെ ഭരണകൂടം ആവർത്തിക്കുമ്പോഴും അത് എങ്ങനെയെല്ലാം ബാധിക്കുന്നു എന്ന കാര്യത്തിൽ ഇപ്പോഴും അനിശ്ചിതത്വം തുടരുകയാണ്. അതേസമയം കാനഡ, മെക്സിക്കോ, ചൈന എന്നിവിടങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിക്ക് ട്രംപ് ഭരണകൂടം തീരുവ ഏർപ്പെടുത്തുന്നതോടെ USുമായുള്ള വൻ വ്യാപാര യുദ്ധത്തിന് തുടക്കം കുറിക്കാൻ സാധ്യതയുണ്ടാകുമോ എന്ന ചില ആശങ്കകളും സാമ്പത്തിക ഉന്നതർ വ്യക്തമാക്കുന്നുണ്ട്. കൂടാതെ ട്രംപിന്റെ ലിബറേഷൻ ഡേ താരിഫുകൾ US പലചരക്കുകളെ സാരമായി തന്നെ ബാധിക്കുമെന്നും മുന്നറിയിപ്പ് നൽകി. കാനഡ, മെക്സിക്കോ, ചൈന എന്നിവിടങ്ങളിൽ നിന്നുള്ള ഇറക്കുമതികൾക്ക് ട്രംപിന്റെ ഭരണകൂടം ഗണ്യമായ താരിഫ് ഏർപ്പെടുത്തുന്നതിനാൽ USലെ പലചരക്ക് സാധനങ്ങൾക്ക് ഭാവിയിൽ വലിയ തുക നൽകണമെന്നാണ് വ്യക്തമാക്കുന്നത്. അതേസമയം USലേക്കുള്ള ഇറക്കുമതികൾക്ക് പരസ്പര താരിഫ് ഏർപ്പെടുത്താനുള്ള ട്രംപിന്റെ പദ്ധതികൾ ഉൽപ്പാദനത്തെ മന്ദഗതിയിലാക്കുകയും വിലകൾ വർദ്ധിപ്പിക്കുകയും ചെയ്യുമെന്ന മുന്നറിയിപ്പും നൽകുന്നു. ആദ്യം ട്രംപ് പ്രഖ്യാപിച്ച ചില നടപടികളിൽ മാർച്ച് 4 മുതൽ പ്രാബല്യത്തിൽ വന്നിരുന്ന കാനഡ, മെക്സിക്കോ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് 25% തീരുവയും ചൈനീസ് ഇറക്കുമതിക്ക് 20% തീരുവയും ഉൾപ്പെടുന്നു. താരിഫ് പലചരക്ക് വിലകളിൽ കാര്യമായ സ്വാധീനം ചെലുത്തിയേക്കാമെങ്കിലും മെക്സിക്കോയും കാനഡയും USന് 2 വിതരണക്കാരായതിനാൽ ഉൽപ്പന്നങ്ങൾ, മാംസം, പാനീയങ്ങൾ എന്നിവയ്ക്കും മെക്സിക്കോയിൽ നിന്ന് $45 ബില്യൺ കാർഷിക ഉൽപ്പന്നങ്ങളും US ഇറക്കുമതി ചെയ്തിരുന്നുവെന്നാണ് US കൃഷി വകുപ്പ് വ്യക്തമാക്കുന്നത്. കൂടാതെ പഴങ്ങൾ, പച്ചക്കറികൾ, ബിയർ, ടെക്കീല എന്നീ പാനീയങ്ങൾ എന്നിവയും ഇതിൽ ഉൾപ്പെടുന്നതായും അവർ കണക്കുകൾ സഹിതം വ്യക്തമാക്കുന്നു. കൂടാതെ ബീഫ്, പന്നിയിറച്ചി, ധാന്യങ്ങൾ, ഉരുളക്കിഴങ്ങ്, കനോല ഓയിൽ എന്നിവയുൾപ്പെടെ ഏകദേശം $4.5 ബില്യൺ കനേഡിയൻ കാർഷിക ഉൽപ്പന്നങ്ങളും US ഇറക്കുമതി ചെയ്തതിനാൽ ഇറക്കുമതികളുടെ താരിഫ് ചെലവ് ഗണ്യമായി ഉയരാൻ കാരണമാകുന്നുവെന്നും US വ്യക്തമാക്കുന്നതായ ചില റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട്. ഇനി ഏതൊക്കെ ഉൽപ്പന്നങ്ങൾക്കാണ് വില വർദ്ധിക്കുക എന്ന് നോക്കാം. കാനഡ, മെക്സിക്കോ, ചൈന എന്നിവിടങ്ങളിൽ നിന്ന് US പലചരക്ക് ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യപ്പെടുന്നുണ്ടെങ്കിലും പുതിയ പഴങ്ങളും പച്ചക്കറികളും പ്രത്യേകിച്ച് ഭീഷണിയിലാണെന്നാണ് ഫോബ്സ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഈ ഉൽപ്പന്നങ്ങൾക്ക് കുറഞ്ഞ ഷെൽഫ് ലൈഫ് ഉള്ളതിനാൽ ഉടനടി വൻ വില വർധനവ് കാണാൻ സാധ്യതയുണ്ട്. USDA പ്രകാരം 2022 മെക്സിക്കോയും കാനഡയും യഥാക്രമം പുതിയ പഴങ്ങളുടെ ഇറക്കുമതികളുടെ 51%, 2%, പുതിയ പച്ചക്കറി ഇറക്കുമതിയുടെ 69%, 20% വിതരണം ചെയ്തു എന്നും വ്യക്തമാക്കുന്നു. കൂടാതെ മെക്സിക്കോയിൽ നിന്ന് അമേരിക്കയിലേക്കുള്ള ഏറ്റവും മികച്ച കാർഷിക കയറ്റുമതികളിൽ പുതിയ സ്ട്രോബെറി, റാസ്ബെറി, അവക്കാഡോ, തക്കാളി എന്നീ ഉൾപ്പെടുന്നതായും USDA വ്യക്തമാക്കിയിട്ടുണ്ട്.
അതേസമയം ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഉപയോക്താക്കൾക്ക് പഴങ്ങളുടെയും പച്ചക്കറികളുടെയും വിലയിൽ വർധനവ് കാണാൻ കഴിയുമെന്നും ടാർഗറ്റ് സിഇഒ ബ്രയാൻ കോർണൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടുണ്ട്. കൂടാതെ മെക്സിക്കോയിലെയും കാനഡയിലെയും താരിഫുകൾ കാരണം പലചരക്ക് വിലയിൽ ഉടൻ വർധനവുണ്ടാകാൻ സാധ്യതയുണ്ടെന്നും ഇത് വ്യക്തമാക്കുന്നു. ഇങ്ങനെയൊക്കെയാണെങ്കിലും ട്രംപിന്റെ വിപുലമായ താരിഫുകൾ ബുധനാഴ്ച പ്രഖ്യാപിച്ചതിന് ശേഷം ഉടനടി പ്രാബല്യത്തിൽ വരുമെന്ന സൂചനകളാണ് ട്രംപ് ഭരണകൂടം നൽകുന്നതും.